തമിഴ്നാട്ടിൽ വീണ്ടും അപ്രതീക്ഷിത ട്വിസ്റ്റ്. TVKയുടെ സർക്കാർ രൂപീകരണ ശ്രമത്തിനിടെ AIDMK സഖ്യനീക്കം. DMK നേതാക്കളുമായി രഹസ്യ ചർച്ചകൾ നടന്നുവെന്ന് സമ്മതിച്ച് AIDMK. അതിനിടെ വിജയിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റി. സത്യപ്രതിജ്ഞയ്ക്ക് വിജയിയെ ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെടാൻ TVK ജനറൽ സെക്രട്ടറി ആധവ് അർജുന ഇന്ന് രാത്രി ഗവർണറെ കാണാൻ സമയം തേടി. കേവല ഭൂരിപക്ഷം നിയമസഭയിൽ ഉറപ്പാക്കുമെന്ന് ഗവർണറെ അറിയിക്കാനാണ് നീക്കം. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ട്വിസ്റ്റുകളാണല്ലോ തമിഴ്നാട്ട് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്. വിജയ് സിനിമയിലെ ട്വിസ്റ്റുകൾ പോലെയാണ് ഇപ്പോൾ വിജയ് AIDMKയിലെ ഒരു വിഭാഗത്തെ പിളർത്തി ഒപ്പം നിർത്താൻ ശ്രമിക്കുമ്പോൾ AIDMKയിലെ മറുവിഭാഗം DMKയുമായി ചർച്ചകൾ നടത്തി എന്നുള്ള വിവരം വരുന്നു. കേവല ഭൂരിപക്ഷത്തിലേക്ക് 118 തികയ്ക്കാനാവാത്തതുകൊണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി കൊടുക്കാത്ത സാഹചര്യത്തിൽ വീണ്ടും ഗവർണറെ കാണാൻ വിജയിയുടെ പാർട്ടി ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അത് ഒരുങ്ങുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നിലവിൽ കോൺഗ്രസിന്റെ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി 40ഓളം AIDMK MLA മാർ കൂടി പിളർന്നു വന്ന് പിന്തുണച്ചാൽ മാത്രമേ കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കാൻ കഴിയൂ. എന്താണ് തമിഴ്നാട്ടിൽ സംഭവിക്കുന്നത് ആദിൽ പാലോട്? അവിശ്വസനീയമാണല്ലോ ഈ ട്വിസ്റ്റും സൂപ്പർ ട്വിസ്റ്റും. ഉറപ്പായും അരുൺകുമാർ, അപ്രതീക്ഷിതമായ നാടകീയമായ നീക്കങ്ങളാണ് തമിഴ്നാട്ടിൽ സംഭവിക്കുന്നത് എന്ന് പറയാതെ തരമില്ല. കാരണം ഒരു വശത്ത് വിജയ് നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കും എന്ന തലം വരെ എത്തിയതാണ്. അപ്പോഴാണ് ഗവർണറുടെ ചെക്ക് വരുന്നത്. ഗവർണർ കൃത്യമായ നിലപാടെടുക്കുന്നു. 118 എന്ന കേവല ഭൂരിപക്ഷത്തിന്റെ മുഴുവൻ MLA മാരുടെയും ഒപ്പുമായി വരൂ, അങ്ങനെയാണെങ്കിൽ മാത്രം സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കാം എന്നതായിരുന്നു നിലപാട്. പക്ഷേ വിജയെ സംബന്ധിച്ചിടത്തോളം അത്രയില്ല. 113 മാത്രമേ ഉള്ളൂ. 113 സീറ്റുകളെ കോൺഗ്രസ് കൂടി ചേർത്താൽ തന്നെ കിട്ടുള്ളൂ. മാത്രമല്ല പെരമ്പൂരിലും തൃച്ചിയിലും വിജയ് തന്നെയാണ് ജയിച്ചത്. അങ്ങനെ വരുമ്പോൾ 112 എന്ന നിലയിൽ മാത്രമേ MLA മാരുടെ കണക്കെടുക്കാൻ കഴിയുകയുള്ളൂ. 118 പേരുടെ ഒപ്പുമായി വന്നാൽ മാത്രമേ സത്യപ്രതിജ്ഞ ചെയ്യാനാകൂ എന്ന കൃത്യമായ നിലപാട് ഗവർണർ എടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ DMK AIDMK നീക്കം പല രൂപത്തിൽ നടക്കുന്നത്. രഹസ്യ ചർച്ചകൾ നടക്കുകയാണെന്ന കാര്യം സ്ഥിരീകരിക്കുകയാണ് AIDMK നേതൃത്വം. സ്വാഭാവികമായും NDAയുമായി വലിയൊരു കക്ഷി എന്ന നിലയിൽ, മുന്നണി എന്ന നിലയിൽ മത്സരിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പിൽ AIDMK ചെയ്തതെങ്കിലും BJPക്ക് കേവലം ഒരു സീറ്റ് മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ AIDMKക്ക് ആ മുന്നണി NDA മുന്നണി വിട്ട് DMKയുമായി വരുന്നതിൽ വേറെ തടസ്സമോ പ്രയാസമോ ഇല്ല എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ചിരവൈരികളായ പതിറ്റാണ്ടുകളോളം രണ്ട് ധ്രുവത്തിൽ നിന്ന രണ്ട് ദ്രാവിഡ പാർട്ടികൾ ഒന്നിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ തമിഴകത്ത് നിന്ന് ഉയരുന്നത്. അരുൺകുമാർ, ഏതായാലും വിജയ് ഇനി 118 പേരുടെ അംഗബലമുണ്ടാക്കി പോകുമോ? ഇത് സംബന്ധിച്ചൊക്കെ ഒരു ത്രില്ലർ സിനിമയെ അനുസ്മരിപ്പിക്കും വിധമാണ് തമിഴകത്തെ രാഷ്ട്രീയ ചലനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെയാണ് TVKയുടെ പ്രധാനപ്പെട്ട ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ ആധവ് അർജുന ഇന്നിപ്പോൾ ഗവർണറെ രാത്രി തന്നെ കാണാൻ സമയം തേടി എന്ന വാർത്ത കൂടി പുറത്തു വരുന്നത്. 118 പേരെ ഉറപ്പായും നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാനും നിയമസഭയുടെ വിശ്വാസം നേടാനും കഴിയുമെന്ന് ഒന്നുകൂടി ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിൽ വളരെ വിജയെ നിരാശപ്പെടുത്തുന്ന കാര്യം, നാളെ രാവിലെ 10 മണിക്ക് സത്യപ്രതിജ്ഞ എന്ന നിലയിൽ എല്ലാ സൗകര്യങ്ങളും എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതാണ് ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ. വലിയ പരവതാനികൾ ഒരുക്കിയിരുന്നു, വലിയ കസേരകൾ ഒരുക്കിയിരുന്നു, ആളുകളെ സ്വീകരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു, അതിഥികളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഗവർണറുടെ ഇടപെടലുണ്ടാകുന്നതും ഇപ്പോൾ ദ്രാവിഡ പാർട്ടികൾ ഒരുമിച്ച് നിന്ന് ഭരണം പിടിക്കാനുള്ള ശ്രമം നടത്തുന്നതും. അരുൺകുമാർ, താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിൽ അർദ്ധരാത്രിയിലും നാടകീയ നീക്കങ്ങൾ നടക്കുകയാണ്. AIDMK DMKയുമായി സഖ്യം ചേരാൻ തീരുമാനിക്കുന്നു. AIDMKയിലെ ഒരു വിഭാഗം അടർന്ന് TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട നീക്കം നടക്കുന്നത്.